ഗായ്സ്, നമ്മുടെ പുതിയൊരുള്ളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് വന്നേക്കുന്നത് ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇത് എൻ്റെ വീടാണ്. എൻ്റെ വീട് നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതാണ് എൻ്റെ വീട്. അപ്പം അവർ രണ്ടുപേരും ഇല്ല, കിളിയില്ല, വിശേഷിച്ചിട്ടില്ല. ഞാൻ ഒറ്റയ്ക്കാണ് വീട് എടുക്കുന്നത്. സംഭവം എന്ന് വെച്ചാൽ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് നമ്മൾ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു. അതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ അനൗൺസ്മെൻറ്റ് ഇത് ഇട്ടതിന് ശേഷം ഒരു 12 ദിവസമോ 11 ദിവസമോ 14 ദിവസം നമ്മൾ ഫുള്ളൊരു ബ്രേക്ക് എടുത്തൊക്കെ വരുന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് സിംഗിള് റെഡിയാന്ന് പറഞ്ഞായിരുന്നു. അതിൻ്റെ കുറച്ച് തത്രപ്പാടിലായിരുന്നു നമ്മൾ. പിന്നെ നമ്മുടെ പിന്നെ മാത്രമല്ല നമ്മുടെ 14 സബ് നമ്മുടെ ചാനലിൽ AKV ചാനലിൽ 14 സബ് ആയതിൻ്റെ ഒരു വീഡിയോടെയാണിത്. അതിൻ്റെ ഒരു സ്പെഷ്യൽ വീഡിയോ കൂടെ ആയിട്ടാണ് ഇത് കൂട്ടുന്നത്. അപ്പം പക്ഷെ ഇന്ന് അതൊന്നും അല്ല പറയാൻ നിൽക്കുന്നത്. ഇന്ന് സംഭവം കുറച്ച് കാര്യമാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഈ AKV എന്ന ചാനൽ തുടങ്ങുന്നതിന് മുമ്പ് എനിക്കൊരു ചാനൽ ഉണ്ടായിരുന്നു. ഒരു 2023 എത്രയാ എപ്പോഴാ ജാനുവരി 31, 2023 തുടങ്ങിയൊരു ചാനൽ ഉണ്ടായിരുന്നു എനിക്ക്. അതെൻ്റെ മാത്രം ചാനലായിരുന്നു. അപ്പം നമുക്ക് ഈ വീഡിയോ എടുക്കാനോ അങ്ങനെ ഷോർട്സ് ഇടാനോ അങ്ങനെ ഒരു പരിപാടിയില്ല, ചുമ്മാ തുടങ്ങിയത്. പക്ഷെ അതിൻ്റെ ഉള്ള ഒരു പിന്നാമ്പുറം ഒരു സ്റ്റോറി ഉണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു 1 പഠിക്കുമ്പം എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഈ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങണം. ആ സമയത്ത് കൊറോണയൊക്കെ വന്ന് ലോക്ക്ഡൗണൊക്കെ ആയപ്പോഴാണ് നമ്മുടെ കയ്യിൽ ഫോൺ എത്തിയത്. മുമ്പ് ഫോണ് എൻ്റെ കൈ അങ്ങനെ പെട്ടിട്ടില്ല. അങ്ങനെ തുടങ്ങിയപ്പോൾ ഞാൻ കുറേ യൂട്യൂബ്സിൻ്റെ വീഡിയോ നോക്കിയപ്പോൾ അതൊക്കെ രസമുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കൊന്ന് തുടങ്ങി എന്താണ് പ്രശ്നം. അപ്പം ഞാൻ അത് നേരെ എൻ്റെ അച്ഛൻ്റെ അമ്മയടുത്ത് പറഞ്ഞു. അച്ഛൻ്റെ അമ്മയടുത്ത് പറഞ്ഞപ്പോൾ അമ്മ അന്നത്തെ എൻ്റെ അറിവേടും ഉണ്ട്. അവർ പറഞ്ഞു ഇതിന് പോലീസിൻ്റെ പെർമിഷൻ ഒക്കെ വേണം. ശരിക്കും അങ്ങനെയൊന്നും വേണ്ടായിരുന്നു. അപ്പം പിന്നെ ഞാൻ ആ സ്വപ്നമൊക്കെ കിട്ടു. പക്ഷെ ആ സമയത്ത് ടിക്ടോക്കിലൊക്കെ അക്കൗണ്ട് ഉണ്ടായിരുന്നില്ല. പക്ഷേ അക്കൗണ്ട് ഉണ്ടായിരുന്നു, പക്ഷെ അതിലൊന്നും വീഡിയോ ഇടില്ല. അതിൻ്റെയൊക്കെ വീഡിയോ ഒക്കെ എടുത്ത് ഗാലറിയിൽ സ്റ്റോർ ചെയ്ത് വെച്ചേക്കായിരുന്നു. അത് നിങ്ങൾ 2 വീഡിയോ കണ്ടോ ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുണ്ട്. മാത്രമല്ല എന്നിട്ട് അങ്ങോട്ട് കാലം അങ്ങോട്ട് കടന്നു. പിന്നെ യൂട്യൂബിൻ്റെ സ്വപ്നം ഞാൻ മറന്നു. പിന്നെ കുറേ കഴിഞ്ഞിട്ട് 4ാം ക്ലാസ് ആയപ്പോൾ 4 കഴിഞ്ഞ് 5 ആയി. അല്ല 4ാം ക്ലാസ്സിൻ്റെ അവസാനമാണ്. 4ാം ക്ലാസ്സിൻ്റെ അവസാനം ഞാൻ അങ്ങനെ ഫോൺ എടുത്ത് നോക്കുമ്പോൾ പെട്ടെന്ന് ഒരു ചാനൽ. എനിക്ക് പോലും അറിയത്തില്ല എങ്ങനെയാ ചാനൽ ഉണ്ടായിരുന്നു. എൻ്റെ എന്തോ ഒരു ഇതുകൊണ്ടാണ്, അതെനിക്ക് ഇപ്പോഴും പിടിയിട്ടില്ല. അപ്പം അങ്ങനെ ചാനൽ ഞാൻ എടുത്ത് നോക്കി. സംഭവം നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കൊരു യൂട്യൂബ് ചാനൽ സെറ്റായി. എനിക്ക് അന്നത്തെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറയാത്തായി. എന്നിട്ട് ഞാൻ കുറേ വീഡിയോസ് ഇടാൻ തുടങ്ങി. അന്ന് ഏകദേശം എനിക്ക് തോന്നുന്നു 16 സബ് ഉണ്ടായിരുന്നു. 33 വീഡിയോസോളം ഞാൻ ഇട്ടു. എൻ്റെ അവസാനത്തെ വീഡിയോ സംഭവം എൻ്റെ അവസാനത്തെ വീഡിയോ ഷോർട്ടായിരുന്നു. എന്ത് കണ്ടന്റാണ് എനിക്കിപ്പോഴും ഓർമ്മയില്ല, അത് നോക്കാം. ഇപ്പോഴും ആ ചാനൽ യൂട്യൂബിൽ കിടപ്പുണ്ട്. അങ്ങനെ ചാനൽ ചെയ്തു. എനിക്കന്ന് സന്തോഷം പറഞ്ഞറിയിക്കാതായി. അങ്ങനെ കുറേ വീഡിയോസ് ഇട്ടു. പക്ഷെ ഫോണിന് എന്തോന്ന് വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോൾ ഡാമേജ് പറ്റിയതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുക, സോഫ്റ്റ്വെയർ മാറ്റി, ഡിസ്പ്ലേ മാറ്റി. സോഫ്റ്റ്വെയർ മാറ്റിയപ്പോൾ ഈ ഉണ്ടായിരുന്ന ചാനൽ കംപ്ലീറ്റ് അങ്ങോട്ട് ഡിസപ്പിയർ ആയി. യൂട്യൂബിൽ കിടപ്പുണ്ടായിരുന്നു, പക്ഷെ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഡിസപ്പിയർ ആയിപ്പോയി. അപ്പം എന്നിട്ട് അന്നത്തെ എനിക്ക് സങ്കടം, അന്നത്തെ സങ്കടം എനിക്ക് പറഞ്ഞറിയിക്കണത്. അന്ന് തന്നെ ഒരു ചാനൽ തുടങ്ങി. അതിലാണ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. AKVയെ മാർച്ച് 5 കളഞ്ഞു എൻ്റെ ചാനൽ. പിന്നെ എനിക്ക് കിട്ടിയത് ഇന്ന്. കാരണം മാർച്ച് 5 നമ്മളൊരു ചാനൽ തുടങ്ങി. മാർച്ച് 5 നമുക്കൊരു ചാനൽ പോയി. ആ ചാനൽ വീണ്ടും പുതിയൊരു ചാനൽ നമ്മൾ തുടങ്ങി. ഇതുവരെ എത്തി നമ്മൾ അതിൻ്റെ ഇടയിൽ കുറേ ഷോർട്ട് സ്കെച്ച് ഇട്ടു, കുറേ വീഡിയോ ഇട്ടു, ഗൂഗിളുടെ അനൗൺസ്മെന്റ് ഇട്ടു. ഗൂഗിളെ പറ്റിയ ഒരു വീഡിയോ നമ്മൾ ചെയ്തു. കിളിയെ കാണിച്ചു, വിഷ്ണുചേട്ടനെ കാണിച്ചു, പാട്ട് പാടുന്നത് ഇട്ടു. അത് കഴിഞ്ഞിട്ട് ഇന്ന് ഞാൻ നോക്കിയപ്പോൾ നമുക്കിപ്പോൾ 49 സബ് ഉണ്ട് നമുക്ക്. അപ്പോൾ ഞാൻ വിചാരിച്ചു ജാനുവരി തുടങ്ങിയ അതായത് 2023 ശ്രദ്ധിക്കണം, 2023 ജനുവരി തുടങ്ങിയ നമ്മുടെ
ASN വ്ളോഗ്സ് എന്നായിരുന്നു എൻ്റെ പേര്, ചിലവർക്ക് അറിയാം. ആ ചാനൽ നമ്മൾ മാർച്ച് വരെ കൊണ്ടുപോയിട്ട് നമുക്ക് 14 സബ് കിട്ടിയിട്ടുള്ളൂ. എന്താണ് കാരണം? എന്താണെന്ന് വെച്ചാൽ ജാനുവരി 31 തുടങ്ങിയ സാധനം, പിന്നെ എക്സാം ഒക്കെ ആയിട്ട് ഞാൻ 5ാം ക്ലാസ്സിൽ ഈ 2020 തുടങ്ങിയ ജാനുവരി തുടങ്ങിയ ചാനൽ, 2021 ജാനുവരി തുടങ്ങിയ ചാനൽ. അപ്പം എനിക്ക് 4ാം ക്ലാസ് ആണ് അന്ന് തുടങ്ങിയ ചാനൽ. പിന്നെ എപ്പോഴാ ഞാൻ സെപ്റ്റംബറിലാണ് അറിയുന്നത്. 2003 സെപ്റ്റംബറിലാണ് ഞാൻ അറിയുന്നത് എനിക്കങ്ങനെ അന്ന് തൊട്ട് ഇപ്പൊ എടുത്തു നോക്കുകയാണെങ്കിൽ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ആ 7 മാസമായിട്ടാണ് ഞാൻ വീഡിയോ ഇട്ടത്. എന്നിട്ടും എനിക്ക് 14 സബ് കിട്ടിയുള്ളൂ. ഓക്കെ, 14 സബ് 7 മാസത്തോടെ കിട്ടി. എന്നിട്ട് നമ്മൾ മാർച്ചിൽ ഒരു ചാനൽ പോയപ്പോൾ നമ്മൾ പിന്നെ തുടങ്ങി. അതാണ് AKV. ഇപ്പം ഏകദേശം മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, ഇന്ന് സെപ്റ്റംബറാണ്. മൊത്തത്തിൽ 7 മാസം, കൃത്യം 7 മാസം. അന്നത്തെ 7 മാസം വെച്ച് എനിക്ക് 14 സബ്ബാക്കാൻ പറ്റി. കാരണം കുറെ ഗ്യാപ്പിട വിട്ടു. പക്ഷെ ഇന്നത്തെ 7 മാസം ഗ്യാപ്പിട വിട്ടില്ല. വീഡിയോ ഇട്ടുകൊണ്ടിരുന്നു, നിങ്ങൾ അറിയിച്ചുകൊണ്ടിരുന്നു. അവസാനം 41 സബ് പോയി. അപ്പൊ ഇന്ന് ഞാൻ ഈ വീഡിയോ ഇടുന്ന എന്തിനാ നിങ്ങൾ ചിന്തിക്കും. സംഭവം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ AKV എന്ന ചാനൽ തുടങ്ങിയിട്ട് നമ്മളൊരു സെക്കൻഡ് ചാനൽ തുടങ്ങിയത് ഫോർച്യൂണർ, പിന്നെ ASN വ്ളോഗ്സും. ഈ പറഞ്ഞ 2 ചാനലും നമുക്കിന്ന് തിരിച്ചു കിട്ടി. സംഭവം എന്താണെന്ന് വെച്ചാൽ, ഞാൻ വിചാരിച്ചു ഒരു അക്കൗണ്ട് തുടങ്ങാം, ചുമ്മാ ഒരു അക്കൗണ്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഒരു അക്കൗണ്ട് തുടങ്ങിയപ്പോൾ കഴിഞ്ഞു. കുറച്ച് കഴിഞ്ഞ് ഇന്ന് തന്നെ ഇപ്പം ഈ രാത്രി കുറച്ച് കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് 2 ചാനൽ തിരിച്ചു കിട്ടി. അപ്പം മൊത്തത്തിൽ എന്നെ നോക്കിയപ്പോൾ 3 ചാനലുണ്ട്. 3 ചാനല്. അപ്പം ഇത് പറയാൻ നിങ്ങൾ ഈ ഒരു സിമ്പിൾ കാര്യം പറയാനാണ് നിങ്ങൾ വിളിച്ചത്. അപ്പം അത് ആദ്യം നിങ്ങളോടാണ് എനിക്ക് പറയാൻ തോന്നിയത്. നിങ്ങളാണ് നമുക്ക് ഇത്ര സപ്പോർട്ട് നൽകിയത് ഞങ്ങൾക്ക് 3 പേർക്കും. അപ്പം ആ ഒരു നന്ദി നിങ്ങളോട് ഞങ്ങൾ എന്ന് കാണിക്കും. അത് കാണിക്കാതിരിക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ല. മാത്രമല്ല, ഇപ്പം നമ്മുടെ ഫോർച്യൂണറിൽ 17 സബ്ബായി, ഇതിൽ 48 അല്ല ഇതിൽ 49ആയി. നമ്മുടെ ASN വ്ളോഗ്സിൽ ഇപ്പം 15 എത്ര ആയി. അങ്ങനെ മൊത്തത്തിൽ കണക്കൂട്ടി നോക്കുമ്പോൾ നമുക്കിപ്പോൾ 3 ചാനലുണ്ട്. ഇനി 3 ചാനൽ ഞാനും എൻ്റെ ഫ്രണ്ട്സും കളയാൻ ഉദ്ദേശിക്കുന്നില്ല. ബാക്കിയുള്ള 2 ചാനൽ അവരെ ഏറ്റെടുത്തില്ലെങ്കിൽ ഞാൻ ഏറ്റെടുക്കും. കാരണം അതെൻ്റെ ആവശ്യമാണ്. ഒരിടത്ത് റീച്ച് പോയാൽ മറ്റിടത്ത് നമുക്ക് റീച്ച് കയറണം, മനസ്സിലായില്ലേ? അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം സംഭവം എന്ന് വെച്ചാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത്, ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത് ഫുൾ ഓൺ സപ്പോർട്ട് ചെയ്യണം. ഈ ചാനൽ നമ്മളെ ഇത്ര നാളെ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ ആ ചാനൽ നമ്മളെ സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ ASN വ്ളോഗ്സിൽ ഇനി തൊട്ട് വീഡിയോ ഇടുന്നതായിരിക്കും. മെയിനായിട്ട് നമ്മൾ ഇതിൽ കുറച്ച് ഷോർട്ട് സ്കെച്ചൊക്കെ ആയിട്ടായിരിക്കും വിടാൻ നോക്കുന്നത്. ഇനി ASN വ്ളോഗ്സിൽ നമ്മൾ റിയാക്ഷൻ ടൈപ്പ് ആയിരിക്കും. പിന്നെ നമ്മൾ ഫോർച്യൂണറിൽ പിന്നെ നമ്മൾ ലോങ് വീഡിയോസ് ഇടാൻ തീരുമാനിക്കുന്നില്ല അധികം. ഫുള്ള് പാട്ടിൻ്റെ ഡാൻസിൻ്റെ ഒരു ഇതായിരിക്കും അത്. അപ്പം ഇത്രയേ ഉള്ളൂ നിങ്ങളോട് പറയാൻ. അവരുണ്ടായിരുന്നെങ്കിൽ എനിക്ക് കൂടുതലും കൂടെ ഒരു സന്തോഷമായിരുന്നു. കിളി ഇപ്പം അവൻ്റെ നാട്ടിലാണ്, ചേട്ടൻ പേയാടാണ്. അപ്പം എനിക്ക് പറ്റുമെങ്കിൽ ഞാൻ പോയേനെ. അപ്പം എനിക്ക് പറയാനുള്ള ഇത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പം ഞങ്ങൾക്ക് ഇത്ര സപ്പോർട്ട് നിങ്ങൾക്ക് ഞങ്ങൾ ഒരു നന്ദി പറയണം. അപ്പം എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ബൈ.